പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നിങ്ങൾ എങ്ങനെയായിരിക്കണം സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ പ്രോസസ്സിലൂടെ പോകണം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം എല്ലാ പ്ലാറ്റ്ഫോംസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രോത്ത് കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് എന്താണോ അതിൻ്റെ ഔട്ട്കം അത് കൂട്ടാം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പോവാണ്. ആൻഡ് യെസ്, നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഞാനൊരു വലിയൊരു വീഡിയോയുടെ പ്രിപ്പറേഷനിലാണ്. എനിക്കിപ്പോഴും കുറച്ച് ഡേറ്റാസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആ ഡേറ്റയൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബട്ട് എന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറ്റം പറഞ്ഞ എല്ലാവർക്കും ഉള്ള മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ മാത്രം ഒറ്റയ്ക്കിരുന്ന് ചുമ്മാ പറയല്ല, എവിഡൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് ഗോണ ലൈ, ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് ദർ ഈസ് സംതിങ് കമ്മിങ് അപ്പ്. സോ യാ, 2023 2024 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും ഒരുപാട് എഡിറ്റ്സ്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലായിരുന്നു വീഡിയോ റീച്ച് ആയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ കറണ്ട് സ്റ്റേജ് വെച്ചിട്ട് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നിങ്ങൾക്ക് അറിയായിരുന്നു, ആ ഹുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ 5 സെക്കൻഡ് ഭയങ്കരമായിട്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അത് ഒരുപാട് ആളുകൾ കണ്ട് വന്ന സമയത്ത് അവർക്ക് അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. നൗ ജെന്യുവൻ ആയിട്ടുള്ള റോ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് കുറച്ചുകൂടി ആളുകൾ വാല്യൂ ആയിട്ട് കാണുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുമ്പോൾ യു ഹാവ് ടു പ്രൊവൈഡ് സം സോർട്ട് ഓഫ് വാല്യൂ. അത് എന്ത് രീതിയിലായാലും, അത് ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആവാം. ഇപ്പോൾ ഒരാൾക്ക് പൈസ എന്നുള്ള രീതിക്ക് മാത്രമല്ലല്ലോ, ലൈക്ക് നമ്പേഴ്സിൽ മാത്രമല്ലല്ലോ ബെനിഫിറ്റ് കിട്ടുന്നത്. ഒരാൾ ഒരു വീഡിയോ കണ്ട് അയാളുടെ മനസ്സിൽ ഭയങ്കര റിലാക്സ് ആവുന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വീഡിയോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലെവറേജ് ഓൾ ദ പ്ലാറ്റ്ഫോംസ്. ദാറ്റ് മീൻസ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, ക്രിയേറ്റ് എ യൂട്യൂബ് വീഡിയോ. ആ ഒരു യൂട്യൂബ് വീഡിയോ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഓരോ മിനിറ്റുള്ള 5 റീൽ അതിൽ നിന്ന് കട്ട് ചെയ്യുക. ആ റീലിനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫോം കണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് വയ്ക്കുക. നല്ല ക്വാളിറ്റിയുള്ള, നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള കോണ്ടന്റുകൾ ഷോർട്ട് ഫോം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇടുക, ഇൻസ്റ്റഗ്രാം റീലായിട്ട് ഇടുക, ടിക്ടോക്ക് ഉണ്ടെങ്കിൽ ടിക്ടോക്കിലിടുക, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇടുക. എല്ലാ പ്ലാറ്റ്ഫോംസിലും യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. അതായത് നിങ്ങൾ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ റീപർപ്പസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ യൂഷ്വലി റീപർപ്പസ് ചെയ്യാറില്ല. അത് എൻ്റെ പേഴ്സണൽ ഒരു ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ റീപർപ്പസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്നാൽ ഞാൻ ഇനി റീപർപ്പസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത്രയും ടൈം നിങ്ങൾക്ക് കാണില്ല. ഞാൻ ഫുൾ ടൈം ആയിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് സമയമുണ്ട്. പക്ഷെ അത്രയും സമയം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഓക്കെ, ഞാൻ ഇതിനകത്ത് 2 രീതിയിൽ എടുക്കുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകളെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവരെ. നിങ്ങൾക്ക് ആക്ച്വലി AI കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ChatGPT എടുത്ത് കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT ഒരുപാട് ലെവറേജ് ചെയ്യാൻ പറ്റും, ഒരുപാട് യൂസ് ആക്കാൻ പറ്റും. നമുക്ക് ശരിക്കും ChatGPT എടുത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെ ചോദിക്കണം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് ChatGPT അടുത്ത് നിന്ന് കിട്ടാത്തത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം, എങ്ങനെയാണ് പ്രോംപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. പ്രോംപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോംപ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ChatGPT യൂസ് ചെയ്യാൻ പറ്റും. 2025 നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് മാറാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം വയ്ക്കാതെ ഒരു ലോയൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചാനൽ, ഈ ഒരു ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 5000 പേരിൽ നിന്ന് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3000 പേരെങ്കിലും മിനിമം കാണും. അത് എൻ്റെ ഒരു ലോയൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചതാണ്. ആ കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ എൻഗേജ് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കപ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ എപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ തിരിച്ച് ആളുകൾ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്പർ മാത്രം കൂടിയിട്ട് കാര്യമില്ല. ലോയൽ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയും ലോയൽ ആയിട്ടുള്ള ഫോളോവേഴ്സിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ കമ്മ്യൂണിറ്റീനെ നിങ്ങൾ കെയർ ചെയ്യുകയും ചെയ്യണം. ആ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ അപ്ഡേറ്റുകൾ കൊടുക്കണം,
അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കോഡ് സെർവറുകൾ ഉപയോഗിക്കാം, ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉപയോഗിക്കാം, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കാം. അവർക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ജേർണിയുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയാണ് ഈ ലോയൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് ഒരു പോക്കങ്ങ് പോകരുത്. കുറച്ച് ടൈം, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങളുടെ ചാനലിൽ വരുന്ന എല്ലാ കോമൻറ്റിനും നിങ്ങളൊന്ന് റിപ്ലൈ കൊടുത്തു നോക്കുക. അങ്ങനെ ഒരു 2 മാസം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ലോയൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡാവും. സത്യമാണ് പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ എൻ്റെ ചാനലല്ലാതെ ഇഷ്ടംപോലെ ചാനലുകൾ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഏകദേശം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിന് ശേഷം 22 ചാനലുകളാണ് ഞാൻ പുതുതായിട്ട് മാനേജ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം, മിനിമൽ ആയിട്ടുള്ള എഡിറ്റ് നിങ്ങൾ നോക്കുക. മിനിമൽ ആയിട്ടുള്ള എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്കിടയിലുള്ള ഗ്യാപ്പുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ എന്നാ പറയാം, ഓക്കെ, ഈ ഹെഡ്ഫോണിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ ഹെഡ്ഫോണിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഹെഡ്ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇയർബഡ്സിൻ്റെ ഒരു വിഷ്വൽ ഞാൻ അവിടെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പാടായിട്ടുള്ള സാധനങ്ങളെ വിഷ്വലി കുറച്ചുകൂടി എക്സ്പ്ലെയിനബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു എഡിറ്റിങ്ങിൻ്റെ മെയിൻ സാധനം. അതേപോലെ നിങ്ങൾക്ക് തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക, ഇടയ്ക്കുള്ള ഗ്യാപ്പുകളും ഹമ്മിങ്ങും കട്ട് ചെയ്ത് കളയുക, ഡെഡ് സ്പേസുകൾ കട്ട് ചെയ്ത് കളയുക. ഇത്ര മാത്രമേ ഉള്ളൂ. മിനിമലായിട്ട് എഡിറ്റ് ചെയ്യുക, ഒരുപാട് ആവശ്യമില്ലാത്ത എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഇനി കുറച്ചുകൂടി ഒതൻറ്റിക് ആയിട്ട് കോണ്ടന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ബിഹൈൻഡ് ദ സീൻസ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്, ചലഞ്ചസ്, നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പോൾ അതിൻ്റെ താഴെ, ഇപ്പം എൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ അകത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതും ആ ഒരു ഒതൻറ്റിസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അവിടെ നമ്മൾ ചുമ്മാ ആരെയും ചീത്ത വിളിക്കുന്നില്ല, ആരെയും ബഹളം ഉണ്ടാക്കുന്നില്ല, ആരെയും കളിയാക്കുന്നില്ല, ടോക്സിക് അല്ല. അവിടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാണ്, വിച്ച് ഈസ് വെരി നൈസ്. പിന്നെ എനിക്ക് ഇൻ അഡീഷൻ പറയാനുള്ളത്, ഷോ യുവർ റിയൽ ജേർണി. അപ്പം എല്ലാ മനുഷ്യനും എപ്പോഴും കുതിപ്പ് മാത്രമല്ല ആയിരിക്കില്ല, ചില സമയത്ത് പണി കിട്ടും, താഴോട്ട് പോകും. ഇവൻ അതും കാണിക്കുക. എൻ്റെ ലൈഫിൽ ഒരു ട്രാജഡി ഉണ്ടാകുന്ന സമയത്ത് ആ ട്രാജഡീനെ കുറിച്ചിട്ട് ഞാൻ അതിനകത്ത് കാണിക്കും. ഒരു അബദ്ധം വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇതിനകത്ത് കാണിക്കും. അതിനെ നെഗറ്റീവ് പറയാനും ചീത്ത വിളിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അവസാനം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് നിങ്ങളിവിടെ കാണിക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിനും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഓഫ് വീഡിയോ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് 4 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതായത് 4 മണിക്കൂറിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എങ്ങനെയാണ് ശരിക്കും ഈ കോണ്ടന്റ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് കോണ്ടന്റ് നമുക്ക് പ്യുവർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ ആദ്യം തന്നെ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കണം, അങ്ങനെയല്ല ചിന്തിക്കാനുള്ളത്. വീഡിയോ നമുക്ക് പെർഫെക്റ്റ് ചെയ്യാം, പതുക്കെ. ആദ്യം നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും, നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ കാണിച്ച് തന്നെ വീഡിയോ ചെയ്യണം. ഓരോ വീഡിയോയ്ക്കകത്തൂടിയേ നിങ്ങൾക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. സോ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം മാക്സിമം. പിന്നെ നെഗറ്റിവിറ്റി. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയുടെയും നെഗറ്റിവിറ്റിയുടെയും ഒരു സ്പേസാണ്. അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവും, പോസിറ്റിവിറ്റി ഉണ്ടാവും. പക്ഷേ നമ്മൾ പോസിറ്റിവിറ്റി മാത്രം എടുക്കുക, നെഗറ്റിവിറ്റി തിരിച്ചു വിടാം. അതേപോലെ ഫീഡ്ബാക്കുകൾ, നമുക്ക് ഫീഡ്ബാക്കുകൾ ഒരുപാട് പേര് തരും. അതായത് ഈ പറഞ്ഞ ശരിയായില്ല, അത് മോശമായിപ്പോയി. ആ ഫീഡ്ബാക്കുകൾ എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് വിടാം. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യം പറയാം. ലാസ്റ്റ് ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് എനിക്ക് ഒരുപാട് പേര് അതിനകത്ത് ഫീഡ്ബാക്ക് തന്നു. യെസ്, ആ ഫീഡ്ബാക്കിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണാൻ പറ്റുമായിരുന്നു. അതായത് എനിക്കത് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നി. ആവശ്യമില്ലാതെ എൻ്റെ പേര് വേറെ ക്രിയേറ്റേഴ്സ് മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് അതെനിക്ക് അനോയിങ് ആയിട്ട് തോന്നി.
ആ അനോയിങ് ആയിട്ട് തോന്നി എൻ്റെ ഫീലിംഗ്, ആ ഫ്രസ്ട്രേഷൻ ആ വീഡിയോയ്ക്കകത്ത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തത്. അല്ലാതെ ആ വീഡിയോ അവിടെ കിടന്നിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. അത് ഞാൻ വളരെ 2-3 ദിവസം മുന്നേ മാറ്റി കളഞ്ഞത്. അത് അത്രയും ദിവസം അവിടെ കിടക്കുമായിരുന്നു. എനിക്കത് മുക്കിക്കളയേണ്ട വീഡിയോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ മുക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവിടെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റി. അതാരാ എനിക്ക് പറഞ്ഞു തന്നത്? എൻ്റെ വീഡിയോ കണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരായിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് പറഞ്ഞു തന്നത്. അത് ഫീഡ്ബാക്ക്, അത് നെഗറ്റിവിറ്റി അല്ല ഒരിക്കലും. പക്ഷേ ഒരു ലീച്ച് ക്രിയേറ്റർ ഉണ്ട്, ഒരു ക്ലീൻ ഷേവ് അടിച്ചൊരു ചെറുക്കൻ, കൊച്ചെറുക്കൻ, ഞെല്ലിച്ചെറുക്കൻ. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുക ചെയ്തത്, പ്യുവർ ചീത്തയാണ് വിളിച്ചത്. അത് നെഗറ്റിവിറ്റിയാണ്, അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ അവർ വന്നിട്ട് ഓക്കെ ബ്രോ, ഈ ചെയ്തതിൽ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഫീഡ്ബാക്കാണ്. സോ ഓൾവേസ് ട്രൈ ടു ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ്. ഫീഡ്ബാക്കുകൾ നമ്മൾ എടുക്കണം, അത് മാറ്റണം. യെസ്, അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വീഡിയോയിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ആ ഫ്രസ്ട്രേഷൻ ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അത് ക്ലിയർ ആയിട്ട് എനിക്ക് എന്നെ തന്നെ ചേഞ്ച് ചെയ്യാം നെക്സ്റ്റ് ടൈം. സോ 2025 നിങ്ങൾ കോണ്ടന്റ് വളരെ നന്നായിട്ട് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒതൻറ്റിക് ആയിട്ടുള്ള കോണ്ടന്റ്, മിനിമൽ എഡിറ്റ്സ്, ബി നാച്ചുറൽ, ബി റിയൽ, ഡോണ്ട് ഫേക്ക്. പിന്നെ എല്ലാ പ്ലാറ്റ്ഫോംസിലും മാക്സിമം റീപർപ്പസ് ചെയ്യാൻ നോക്കുക. എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഒരു വീഡിയോ ഇടുക. ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, ക്രിയേറ്റ് എ ഡെഡിക്കേറ്റഡ് വീഡിയോ, അതായത് ലോങ് ഫോം വീഡിയോ. ആ ലോങ് ഫോം വീഡിയോൻ്റെ അകത്തുനിന്ന് 4-5 ഷോർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യുക. അതിനെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, ടിക്ടോക്ക് ഉണ്ടെങ്കിൽ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യുക, ഈവൻ വേണമെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റീപർപ്പസ് ചെയ്യുക. ലൈക്ക് ഇനി വേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്നും വീഡിയോ ഇടാന്നുള്ളതല്ല. എന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അത് എപ്പോഴും ഒരാഴ്ചയിൽ ഒരു തവണയായാലും കുഴപ്പമില്ല, ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ധന്യ. പുള്ളിക്കാരി ഇന്നലെ എനിക്ക് അയച്ച മെസ്സേജാണ്, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല എന്ന്. പേഷ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ടൈം എടുക്കും, ബട്ട് കീപ് ഡൂയിങ് ഇറ്റ്, കീപ് ഡൂയിങ് ഇറ്റ്. ഒരു സർട്ടൺ പോയിന്റ് കഴിയപ്പോൾ യു വിൽ ബി അമേസ്ഡ് വിത്ത് യുവർ റിസൾട്ട്സ്. യു വിൽ ബി അമേസ്ഡ്. എനിക്കത് എത്ര പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്തുള്ള നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എൻ്റെ പൊന്നു പിള്ളേരെ, നമ്മുടെ മനസ്സിൻ്റെ അകത്ത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊരു ചെറിയൊരു ബ്രീഫ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, ഞാൻ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.